നമുക്കുള്ളിൽ പോലീസുണ്ട്. കോട്ടകെട്ടി പ്രതിരോധിക്കൂ, കോട്ടകെട്ടി പ്രതിരോധിക്കൂ, കോട്ടകെട്ടി പ്രതിരോധിക്കൂ. പ്രതികരിക്കും കട്ടായോ, പ്രതികരിക്കും കട്ടായോ. അതിന്റെ ഭാഗമായാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. ശൈല ടീച്ചർ പ്രസംഗിക്കാത്ത കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. അവസാനം കേസ് വന്നു, അവസാനം ശിക്ഷിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് ഇവിടെ ഇപ്പോൾ പ്രതിപാദിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ LDFന്റെ നേതാവായിരുന്ന C. ഭാസ്കരൻ മാസ്റ്ററാണ് വടകര പോലീസിനകത്ത് പരാതി കൊടുത്തത്. അതിന്റെ ആദ്യ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്ത് പ്രതിയാവും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് വന്നപ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരാൾ പോയിട്ട് മറ്റൊരു പരാതി കൊടുത്തു. ഇത് ഇപ്പോൾ LDF ഗവൺമെന്റാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ബയാസ്ഡായ അന്വേഷണം പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുത്തു. അതിന്റെ മുകളിൽ ഒരു കേസെടുത്തു. അങ്ങനെ 2 ക്രൈമുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തു. അതിന്റെ അന്വേഷണം കേരളത്തിനകത്ത് പുരോഗമിക്കപ്പെട്ട് വരികയായിരുന്നു. കേരളത്തിനകത്ത് ഈ വടകരക്കകത്ത് നിരവധി പേരെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തിട്ട് തെളിവ് സമാഹരണത്തിന്റെ ഭാഗമായി ഒരുപാട് പേരെ ചോദ്യം ചെയ്യേണ്ടി വരും. അതിന്റെ ഭാഗമായി എല്ലാം കുറെ പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താ? അവസാനം മാധ്യമങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ നേതാവായ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ പ്രതിയെ പോലെ അവതരിപ്പിക്കുന്ന നിലയും കാര്യങ്ങളുണ്ടായി. അതെല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി. നമുക്കറിയാം, ഇത് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ പറ്റൂ. ആർക്കും അറിയുന്നതാണ്. കാരണം മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് പറന്നു കിടക്കുന്ന ഒരു സംവിധാനമാണിത്. വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ ഒരാളോട് പറഞ്ഞു മൗത്ത് ടു മൗത്ത് അല്ല ഈ കേസിനാസ്പദമായ സംഭവം. ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സ്വാഭാവികമായും അതിന്റെ തെളിവെന്ന് പറയുന്നത് ശാസ്ത്രീയമായ പരിശോധനയാണ്. ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്നുള്ള നിലയിൽ ഏറ്റവും ആദ്യം തന്നെ എടുത്ത നിലപാട് ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പരാതി ഞങ്ങൾ മൂവ് ചെയ്തത്. അതിന്റെ ഭാഗമായാണ് പോലീസ് ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയെല്ലാം വിളിക്കുമ്പോൾ നിങ്ങളെല്ലാം പോയി കൊടുക്കാൻ ആവശ്യമായ മൊഴി കൊടുക്കൂ, കൃത്യതയോടെ കാര്യങ്ങൾ പറയൂ എന്നെല്ലാം പറഞ്ഞത്. ഫോൺ ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ഫോണുകൾ സബ്മിറ്റ് ചെയ്തു. എവിടെയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടിയത്? റിബേഷ് മാസ്റ്ററുടെ ഫോൺ വാങ്ങി പരിശോധന നടത്തി, കുറെ പേരുടെ ഫോണുകൾ വാങ്ങി വെച്ചു, എല്ലാം നടത്തി. അവസാനം ഹൈക്കോടതിക്കകത്തോ ഇതുമായി ബന്ധപ്പെട്ട റിട്ട് പെറ്റീഷൻ വന്ന സമയത്തെല്ലാം ഹൈക്കോടതി ഉൾപ്പെടെ ഇത് പരിശോധിച്ചുകൊണ്ട് തൃപ്തി രേഖപ്പെടുത്തിയ കേസാണിത് അന്വേഷണത്തിന്റെ ഭാഗമായി. പിന്നീടാണ് കേരളത്തിനകത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നത്. UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള യാതൊരു ബോധവും അവർക്കില്ല. വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിരവധിയായ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പിണറായി വിജയന്റെ ഗൺമാരുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം, ഏതോ SIT ഒക്കെ വിട്ട് പേടിപ്പിക്കാൻ കുറെ ആളുകൾ, അങ്ങനെ കുറെ പേര് അതുമായി ബന്ധപ്പെട്ട് പോയി. അവസാനം ഇപ്പൊ കോടതിയിൽ വന്ന സമയത്ത് ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട്. നിങ്ങൾ എഴുതിയോ ആരെങ്കിലും? ഗൺമാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പൊലിപ്പും തെങ്ങലും വെച്ച് UDFകാർ പറയുന്നതെല്ലാം മാധ്യമ പ്രവർത്തകർ എഴുതി. അവസാനം ഹൈക്കോടതി പറഞ്ഞില്ലേ മുൻകൂർ ജാമ്യം കൊടുക്കണം, ഈ കേസ് എന്താന്ന് ചോദിച്ചില്ലേ? അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടല്ലേ അവരിതിന്റെ ഭാഗമായി ഇടപെട്ടത്? ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ, ഇതാ UDF ഗവൺമെന്റ് വന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ തെറ്റായ രീതി അവലംബിക്കുകയല്ലേ. അതിനുശേഷമാണ് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം. ശരി, നടക്കട്ടെ. എന്തൊരു ധൃതിയാണ്! 1 മാസമായിട്ടേ ഉള്ളൂ. SITയുടെ ഏമാന്മാർക്ക് UDFന്റെ നേതാക്കന്മാരെയും ഷാഫി പറമ്പിലിനെയും പാറയ്ക്കൽ അബ്ദുള്ളയൊക്കെ അങ്ങ് തൃപ്തിപ്പെടുത്താൻ അങ്ങ് ഓട്ട മത്സരമാണ്, വെമ്പൽ കൊള്ളുകയാണ്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഡിവൈഎഫ്ഐക്കാർക്ക് മുഴുവൻ നോട്ടീസ്, ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എല്ലാവരും ഹാജരാവണം. അതുപോലെ രക്തസാക്ഷിയായ ഷിബിന്റെ പിതാവിനെ ഉൾപ്പെടെ ഇവിടെ വരുത്തിച്ചു. അങ്ങനെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യൽ മഹാമഹം. എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്യൽ? എങ്ങനെയാ അവരുടെ രീതി? ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ SITയും വടകര പോലീസും ചോദ്യം ചെയ്യുന്നവരുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തില്ല. ഇവിടെ മാധ്യമങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ചോർത്തി കൊടുക്കേണ്ട കാര്യം? എന്തിനാണെന്നറിയാം? ഞങ്ങൾക്കറിയാം, ഈ വിളിപ്പിക്കുന്ന ആളുകളെയെല്ലാം പൊതുസമൂഹത്തിനിടയിൽ മാന്യതയില്ലാത്തവരാണ്, തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമായല്ലേ ഈ വടകര പോലീസ് സ്റ്റേഷനിലകത്തെ UDFന്റെ അച്ചാരം വാങ്ങി അതെല്ലാം തിന്നു നടക്കുന്ന പോലീസുകാർ അതിന്റെ ഭാഗമായി മാധ്യമങ്ങൾ കൊടുത്തത്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. അങ്ങനെ കുറെ മാധ്യമങ്ങൾക്ക് കുറെ പേരുകൾ അങ്ങോട്ട് കൊടുത്തു. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർമാർ, മേഖലാ കമ്മിറ്റി മെമ്പർമാർ, ഇവിടെ എന്തോ ഒരു വടകര സ്ക്വാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിൽ എല്ലാവരെയും വിളിപ്പിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകർ ഞങ്ങളോട് ചോദിച്ചു, ഈ വടകര സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തീവ്രവാദ സ്വഭാവം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകരമായ ഒരു സംവിധാനമാണോ? അങ്ങനെയല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്?
വടകര സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മറച്ചു വെക്കാനില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരെല്ലാം ഉൾപ്പെട്ട ഒരു താൽക്കാലിക ഗ്രൂപ്പാണത്. എന്താ ഇപ്പം പ്രശ്നം പറയുന്നതിൽ? അങ്ങനെ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാരെയും ചോദ്യം ചെയ്യണം. ആ ഗ്രൂപ്പിലുള്ളവരെ അയച്ചവരെ എല്ലാവരും ചോദ്യം ചെയ്തോ? ഞങ്ങൾ തടസ്സം തന്നില്ലല്ലോ. ഈ SIT വന്ന സമയത്തും ഡിവൈഎഫ്ഐ ആദ്യമേ പ്രതികരിച്ചു, നിങ്ങൾ കൃത്യമായ അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ എല്ലാ പിന്തുണയും സഹായവും ഡിവൈഎഫ്ഐ നൽകും. കാരണം ഈ കേസ് തെളിയിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ താല്പര്യം ഡിവൈഎഫ്ഐക്കാണ്. കാരണം എന്താ? ഈ കേസിനകത്ത് പ്രതിയായി മാധ്യമങ്ങളും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ചാപ്പ കുത്തുകയാണ് ഡിവൈഎഫ്ഐന്റെ മുകളിൽ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കേസ് തെളിയിക്കണമെന്ന് വാശിയുള്ളത്. ഞങ്ങൾ എല്ലാ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചില്ലേ? പോലീസുകാർ വിളിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും അവധി കൊടുക്കാതെ നിങ്ങളെടുത്ത് വന്നില്ലേ? കാര്യങ്ങൾ സംസാരിച്ചില്ലേ? പക്ഷെ എങ്ങനെയാ നിങ്ങൾ കേസ് കൊണ്ടുപോകുന്നത്? ഇപ്പൊ ഏറ്റവും അവസാനം റിബേഷ് മാഷയെല്ലാം ചിത്രീകരിച്ച് എന്തോ ഭീകര ജീവിയാക്കി നിങ്ങൾ മാറ്റിയില്ലേ? ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ്, അധ്യാപകനാണ്, ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ വടകര ടൗണിനകത്ത് നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. അയാളെ എല്ലാം കൂടി ഭീകരനാക്കി ചിത്രീകരിച്ച് കേരള സംസ്ഥാനത്തും മലയാളികൾ ഉള്ളിടത്തും എല്ലാം ഇതാ റിബേഷ് മാഷ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര ജീവിയായി നിങ്ങൾ ചിത്രീകരിച്ചില്ലേ? മുസ്ലിം യൂത്ത് ലീഗുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ സ്കൂളിലേക്ക്? മാനുണ്ടോ നിങ്ങൾക്ക്? തള്ളി പറയോ നിങ്ങൾ? ഇപ്പൊ റിബേഷ് രാമകൃഷ്ണൻ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? അങ്ങനെ മാർച്ച് നടത്തി എന്തെല്ലാം ഗോഗോ വിളികൾ നിങ്ങൾ നടത്തി. അവിടെയുള്ള കുട്ടികൾ കേട്ടാൽ അറയ്ക്കാത്ത വാക്കുകളാൽ മുദ്രാവാക്യം വിളിച്ചു റിബേഷ് മാഷ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? പറയോ ഇപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ റിബേഷ് മാഷ്? റിബേഷ് മാഷ ഫോൺ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. മറക്കാനില്ലാത്തവന് പിന്നെ എന്ത് ഫോണും കാര്യവും വന്നിക്ക് കൊടുത്തു, പോയി അന്വേഷിച്ചു. ഇപ്പോൾ എന്താ? പുതിയ ആളിലേക്ക് എത്തിയിരിക്കുക, ജിതിൻ ഭാസ്കറിലേക്ക് എത്തി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. SITക്കും അറിയാം ഇതൊക്കെ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. ജിതിൻ ഭാസ്കർ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി മെമ്പറുമായിരുന്നു, തിരുവള്ളൂർ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവാണ്. ആ സഖാവ് വടകരക്കകത്ത് ഷാപ്പിപ്പറമ്പിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പെണ്ണുപിടിയുമായി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകമാനം പ്രതിഷേധം വന്ന സമയത്ത് അതിനെല്ലാം കുടപിടിച്ച വ്യക്തിത്വമാണ് ഷാപ്പിപ്പറമ്പിൽ എന്ന് പറയുന്ന ആള്. വലിയ ന്യായീകരണം നടത്തിയില്ലേ മൈക്ക് കെട്ടി? മറ്റുള്ളിടത്തെല്ലാം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുന്നു അതെല്ലാം ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ്. ഇവരായിരുന്നു ഇവിടത്തെ മൂർത്തികളായി നിന്നിരുന്നത്, ഒറ്റക്കെട്ടായിരുന്നില്ലേ? അങ്ങനെ കേരളത്തിൽ ആകമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം വന്നപ്പോൾ അതിനെതിരായി പ്രതികരിച്ച ആളാണ് ഷാഫി പറമ്പിൽ. അതിനുശേഷമാണ് ആദ്യമായി വടകരയിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ പ്രതികരിച്ചപ്പോ ജിതിൻ ഭാസ്കർ ഒക്കെയാണ് മുമ്പിലുള്ളത്. നിങ്ങൾ ആ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ? ഇപ്പോ പല കോൺഗ്രസിന്റെ ഹാൻഡിലുകളെല്ലാം പ്രചരിപ്പിക്കുകയാണ് ജിതിൻ ഭാസ്കർ ഇങ്ങനെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള കള്ളക്കേസ് എന്ന് പകൽ പോലെ ഞങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തെറ്റായ ദിശയിലേക്ക് പോകുന്ന സമയത്ത് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ അന്വേഷണം തെറ്റായ രീതിയിലാണ് നടക്കുന്നത്. ഇപ്പൊ അവസാനം വെളുപ്പിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. കേസിലിട്ട വകുപ്പെന്താ? ഇന്നലെ ഇവിടെ SP ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട SP പത്രക്കാരോട് പറഞ്ഞത് ഈ വടകരയിലും കേരള സമൂഹം ആകെ കണ്ടതല്ലേ? എന്നിട്ടും UDF ഹാൻഡിലുകളും ചില പത്ര ദൃശ്യ മാധ്യമങ്ങളും അതിൽ നിന്ന് മാറിയോ? നിങ്ങൾ ജിതിൻ ഭാസ്കർ ഈ പറയുന്ന കാപ്പർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളാണെന്നുള്ള ധാരണയിലല്ലേ പത്രവാർത്തകൾ കൊടുക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ കൊടുക്കുന്നത് അങ്ങനെയല്ലേ? ലൈവായി കാര്യങ്ങൾ കൊടുക്കുകയാണ്. ജിതിൻ ഭാസ്കറിനെ കുറച്ച് പോലീസുകാർ കൊണ്ടുവരുന്നു, കുറെ പോലീസ് വണ്ടികൾ പോകുന്നു, ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പത്രസമ്മേളനം ഷാഫി പറമ്പിലിന്റെ, DCC പ്രസിഡന്റിന്റെ, യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗുകാരന്റെ, എങ്ങനെയെല്ലാം അവിടെ എവിടെയും പ്രകടനങ്ങൾ. ഈ പറയുന്ന ജിതിൻ ഭാസ്കറാണ് കാപ്പർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് എവിടെയെങ്കിലും ഒരു വരി ഈ പറയുന്ന ചെന്നിത്തലയുടെ പോലീസ്, സതീശന്റെ പോലീസ് എഴുതി വെച്ചിട്ടുണ്ടോ? മാധ്യമങ്ങൾ വസ്തുതകൾ പറയണ്ടേ? ഇവിടെ SP പറഞ്ഞല്ലോ, പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതെ, പ്രചരിപ്പിച്ചതിനാണ് കേസ് അല്ലേ? പ്രചരിപ്പിച്ചത് ആരൊക്കെയാ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ ബയാസ്ഡായ അന്വേഷണമാണ്. വളരെ കൃത്യതയോടെ രാഷ്ട്രീയ ലാക്കോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രചരിപ്പിച്ചതിന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രതിയാക്കേണ്ടത് UDFന്റെ നേതാക്കന്മാരെയല്ലേ, പ്രവർത്തകരെയല്ലേ? ഈ കാപ്പർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് അതൊരു വേള വായിച്ചു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അവർ LDFന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ?
ഞങ്ങൾ അത് തന്നെയാണ് അന്നും ചോദിക്കുന്നത്, ഇന്നും ചോദിക്കുന്നത്. ഈ പറയുന്ന കാപ്പർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അത് വായിച്ചു നോക്കിയാൽ LDFന് ആരാണ് വോട്ട് ചെയ്യുക ആ ബോധ്യം ഞങ്ങൾക്കില്ലേ? ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് UDF ആണ്. UDFന് ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യം LDFന്റെ പ്രവർത്തകനോ DYFന്റെ പ്രവർത്തകനോ ചെയ്യേണ്ടതില്ല. അതിലെഴുതിയ വാചകം വായിച്ചു നോക്കിയാൽ മതി. എന്നാ ഷാഫി പ്രതികരിച്ചത്? ഇന്ന് ചാടി വന്ന് പ്രതികരിച്ചല്ലോ, പത്രക്കാരെയൊക്കെ വിളിച്ച് നല്ല ഉഷാറായി പ്രതികരിച്ചല്ലോ ഷാഫി പറമ്പിൽ. നിങ്ങൾ ഈ കാപ്പർ സ്ക്രീൻഷോട്ട് വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്നാ നിങ്ങൾ നടത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് ഈ വിഷയം പൊന്തി വന്നത്. അന്ന് നിങ്ങൾ പ്രതികരിച്ചോ? തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾ പ്രതികരിച്ചോ? തെരഞ്ഞെടുപ്പിലെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മഹാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. അപ്പോ ഉണ്ടാക്കിയവർ, ഗുണഭോക്താക്കൾ, നേട്ടമനുഭവിച്ചവർ ഇപ്പൊ അവരില്ല. ഇപ്പൊ ഉണ്ടാക്കിയത് DYFI-ക്കാർ. അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത്.